ഹലോ നമസ്കാരം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ മഴയൊക്കെ ആയിട്ട് നമ്മുടെ പിള്ളേരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരിൽ നനഞ്ഞ കോഴി എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി നിൽക്കുന്നതായിരുന്നു അവരുടെ അവസ്ഥ. ഇപ്പോൾ വെയിൽ കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ കുറച്ച് വെയിലത്തേക്കൊക്കെ ഇറങ്ങി വെയിൽ കായുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കരിങ്കോഴി കുട്ടികളെന്ന് നമ്മൾ വിളിക്കുന്ന, അതോടൊപ്പം മറ്റ് ചിലരും വിശ്വസിച്ചിരുന്ന കരിങ്കോഴി കുട്ടികൾ പൂർണ്ണമായിട്ടും കരിങ്കോഴി കുട്ടികളല്ല. അതിനകത്ത് 2-3 പേരുടെ പൂവൊക്കെ ചെറുതായിട്ടൊരു ചുമന്ന ടോണിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരെ നമ്മൾ ക്രോസ് ബ്രീഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എങ്ങനെയായാലും എത്രത്തോളം നമുക്ക് പ്രോപ്പർ കരിങ്കോഴി കുഞ്ഞുങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മളിനി വഴിയെ പരീക്ഷിച്ചറിയും. എന്തായാലും മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ പിള്ളേരാരും കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് മുട്ടകളെ ഇടുന്നില്ല. അപ്പോൾ ഇവരിനി മുട്ടകൾ ഇട്ട് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് വീണ്ടും ഇൻക്യുബേറ്റർ ഓണാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇൻക്യുബേറ്റർ നമ്മുടെ 1 മാസത്തോളമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും താരതമ്യേന കറണ്ട് ബില്ലിന് നല്ല കുറവ് വന്നിട്ടുണ്ട്. 2700-2800 വന്നിരുന്ന കറണ്ട് ബില്ല് ഇപ്പോൾ ഏകദേശം 1300-1400 റേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.